ഹായ്, ഞാൻ ഗോകുൽ വിഷ്ണു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 15-16 തീയതികളിൽ കറണ്ട് അഫയേഴ്സ് ആണ്. LDCക്ക് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, 20 മാർക്കിനാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫയേഴ്സ് റിവിഷനുകളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ PSCക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് തരുന്നത്. നമ്മുടെ സെലക്ടഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വാരി വലിച്ച് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് തരുന്നില്ല. സെലക്ടഡ് ആയിട്ടുള്ള വളരെ കീൻ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീഥൈൻ റോക്കറ്റ്. ലോകത്തിലെ ആദ്യത്തെ എന്താണ്? ലിക്വിഡ് ഓക്സിജൻ മീഥൈൻ റോക്കറ്റ് ആയ സൂക് 2 വിക്ഷേപിക്കുന്ന രാജ്യം. അതായത് ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീഥൈൻ റോക്കറ്റ് ഏതാണ്? സൂക് 2. അത് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? രാജ്യം ചൈനയാണ്. ഓക്കെ, ചൈനയാണ് സൂക് 2 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ആദ്യത്തെ രാജ്യം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, രാജ്യത്ത് കോവിഡ് ഉപവകഭേദമായ JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. രാജ്യത്ത് കോവിഡ് ഉപവകഭേദമായ JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം എവിടെയാണ്? കേരളത്തിലാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിജയ് ഹസാരെ ടൂർണമെന്റ് ജേതാക്കൾ. അതൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. വിജയ് ഹസാരെ ടൂർണമെന്റ് ജയിച്ചത് ആരാണ്? കിരീടം ഉയർത്തിയത് ഹരിയാനയാണ്. വിജയ് ഹസാരെ ടൂർണമെന്റ് ആരാണ് നേടിയത്? ഹരിയാന. എന്ത് ടൂർണമെന്റ് ആണെന്ന്? ക്രിക്കറ്റിന്റെ ആണ്. ഓർത്തു നോക്കുക. നാലാമത്തെ ചോദ്യം, 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി. എത്രാമത്തെയാണ്? 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? കാസർഗോഡാണ്. തിരുവനന്തപുരം എന്നൊരു ഓപ്ഷൻ കാണും. എല്ലാം തിരുവനന്തപുരത്താണെന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്തത് കാസർഗോഡാണ്. ഓർത്തിരിക്കണം. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? കാസർഗോഡ്. നമുക്കിനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, 2023 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ. 2023 അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ, കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏതാണ്? സിനിമയുടെ പേരാണ് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. സിനിമയുടെ പേരെന്താണ്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറവ് സ്ത്രീധന മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനം. നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം എന്താണ്? രാജ്യത്ത് ഏറ്റവും കുറവ് സ്ത്രീധന മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനം അത് കേരളമാണ്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഉത്തർപ്രദേശിലാണ്. നമുക്ക് കേരളമാണ് ഇമ്പോർട്ടന്റ്, സോ ഓർത്ത് വെക്കുക. ഏഴാമത്തെ ചോദ്യം, വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം. വനിതകളുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. 347 റൺസിന് ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. റീസെന്റ് നടന്ന ടെസ്റ്റ് മത്സരമാണ്. ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ എന്താണ് കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ ഡീറ്റെയിൽഡ് വീഡിയോയ്ക്കും LDC ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡിസംബർ 31 വരെ റൂട്ടഡ് ആപ്പ് ലോഗിൻ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞാണ്. നമ്മുടെ ചാനലിൽ LGSനെ കുറിച്ചൊരു വീഡിയോയും കൂടെ വരുന്നുണ്ട്. അതുകൂടാതെ LGSന്റെ കോഴ്സും നമ്മുടെ റൂട്ടഡ് ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ടഡ് ആപ്പ് എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.